ഓം ശാന്തി. 16-10-25 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഏകാന്തതയിൽ ഇരുന്ന് ഇപ്പോൾ ഈ വിധം അഭ്യസിക്കൂ. അതിലൂടെ ഞാൻ ശരീരത്തിൽ നിന്നും ഭിന്നമായ ആത്മാവാണ് എന്ന അനുഭവം ഉണ്ടാകണം. ഇതിന് തന്നെയാണ് ജീവിച്ചിരിക്കെ മരിക്കുക എന്ന് പറയുന്നത്. ചോദ്യം: ഏകാന്തം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഏകാന്തതയിലിരുന്ന് നിങ്ങൾക്ക് ഏതൊരു അനുഭവം ചെയ്യേണ്ടതുണ്ട്? ഉത്തരം: ഏകാന്തം എന്നതിൻ്റെ അർത്ഥമാണ് ഒന്നിൻ്റെ ഓർമ്മയിൽ ഈ ശരീരത്തിൻ്റെ അന്ത്യം ഉണ്ടാകണം. അതായത് ഏകാന്തതയിലിരുന്ന് ഇപ്രകാരം അനുഭവം ചെയ്യൂ: ഞാൻ ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് ബാബയുടെ അടുത്തേക്ക് പോകുന്നു. ആരും തന്നെ ഓർമ്മ വരരുത്. ഇരുന്നിരുന്ന് അശരീരിയായി മാറൂ. നമ്മൾ ഈ ശരീരത്തിൽ നിന്നും മരിച്ചു പോയതുപോലെ. നമ്മൾ ആത്മാവാണ്, ശിവ് ബാബയുടെ കുട്ടികളാണ്. ഈ പ്രാക്ടീസിലൂടെ ദേഹബോധം ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. കുട്ടികൾക്ക് ബാബ ആദ്യം മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, ഇവിടെ ഇരിക്കുമ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. മറ്റൊരു ഭാഗത്തേക്കും ബുദ്ധി പോകുവാൻ പാടില്ലാത്തതാണ്. ഇത് കുട്ടികളായ നിങ്ങൾക്കറിയാം. നമ്മൾ ആത്മാക്കളാണ്. നമ്മൾ ആത്മാക്കൾ തന്നെയാണ് ഈ ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്നത്. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങൾ ദേഹി അഭിമാനിയായി ബാബയുടെ ഓർമ്മയിലിരിക്കണം. നമ്മൾ ആത്മാക്കളാണ്. വേണമെങ്കിൽ ഈ ഓർഗൻസിലൂടെ കാര്യങ്ങൾ നടത്താം, അല്ലെങ്കിൽ നടത്താതിരിക്കാം. സ്വയം ശരീരത്തിൽ നിന്നും വേറിട്ടതായി മനസ്സിലാക്കണം. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ദേഹത്തെ മറന്നേക്കൂ. നമ്മൾ ആത്മാക്കൾ ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്ക് ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കേണ്ടതില്ല. ജീവിച്ചിരിക്കെ മൃത്യുവിൻ്റെ അവസ്ഥയിൽ ഇരിക്കണം. നമ്മൾ ആത്മാക്കളുടെ യോഗമുണ്ടായിരിക്കേണ്ടത് ഇപ്പോൾ ബാബയുമായി ആണ്. ബാക്കി ലോകത്തോടും വീടിനോടും മരിച്ചു കഴിഞ്ഞു. പറയുന്നുണ്ടല്ലോ, താങ്കൾ മരിക്കുമ്പോൾ ലോകവും മരിച്ചു എന്ന്. ഇപ്പോൾ ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് മരിക്കേണ്ടതുണ്ട്. നമ്മൾ ആത്മാക്കൾ ശിവ് ബാബയുടെ കുട്ടികളാണ്. ശരീരത്തിൻ്റെ ബോധം മാറ്റിക്കൊണ്ടിരിക്കണം. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. എന്നെ ഓർമ്മിക്കൂ. ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിക്കൂ. ഇത് പഴയ ശരീരമാണല്ലോ. പഴയ വസ്തുവിനെ ഉപേക്ഷിക്കാറുണ്ടല്ലോ. സ്വയം അശരീരിയായി മനസ്സിലാക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയെ ഓർമ്മിച്ച് ബാബയുടെ അടുത്തേക്ക് പോകണം. ഇങ്ങനെ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ശീലമാകും. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. പിന്നെ ഈ പഴയ ലോകത്തെ എന്തിനു ഓർമ്മിക്കണം? ഏകാന്തതയിലിരുന്ന് ഇപ്രകാരം സ്വയം പ്രയത്നിക്കണം. ഭക്തിമാർഗത്തിലും ഉള്ളറയിൽ ഇരുന്ന് മാല തിരിക്കുന്നു, പൂജ ചെയ്യുന്നു. നിങ്ങളും ഏകാന്തതയിലിരുന്ന് ഈ പ്രയത്നം ചെയ്യൂ. അപ്പോൾ ശീലമാകും. നിങ്ങൾക്ക് മുഖം വഴി ഒന്നും പറയേണ്ടതില്ല. ഇതിൽ ബുദ്ധിയുടെ കാര്യമാണുള്ളത്. ശിവ് ബാബയാകട്ടെ പഠിപ്പിക്കുന്നയാളാണ്. ആ ഒന്നിന് പുരുഷാർത്ഥം ചെയ്യേണ്ടതില്ല. ഈ ബാബ പുരുഷാർത്ഥം ചെയ്യുന്നു. ആ ഒന്ന് പിന്നെ കുട്ടികളായ നിങ്ങളെയും മനസ്സിലാക്കിക്കുന്നു. എത്ര സാധിക്കുമോ ഇപ്രകാരം ഇരുന്ന് ചിന്തിക്കൂ. ഇപ്പോൾ നമുക്ക് തൻ്റെ വീട്ടിലേക്ക് പോകണം. ഈ ശരീരത്തെ ആണെങ്കിൽ ഇവിടെ ഉപേക്ഷിക്കേണ്ടതുണ്ട്.
ബാബയെ ഓർമ്മിക്കുന്നതിലൂടെയാണ് വികർമ്മം വിനാശമാകുന്നതും ആയുസ് വർദ്ധിക്കുന്നതും. ഉള്ളിൽ ഈ ചിന്തനം നടക്കേണ്ടതാണ്. പുറമേ യാതൊന്നും പറയേണ്ടതില്ല. ഭക്തിമാർഗത്തിലും ബ്രഹ്മതത്വത്തെ അല്ലെങ്കിൽ ചിലർ ശിവനെയും ഓർമ്മിക്കുന്നു. എന്നാൽ ആ ഓർമ്മ യഥാർത്ഥമായതല്ല. ബാബയുടെ പരിചയം തന്നെയില്ല. അപ്പോൾ എങ്ങനെ ഓർമ്മിക്കുവാനാണ്? നിങ്ങൾക്ക് ഇപ്പോൾ ബാബയുടെ പരിചയം ലഭിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് ഏകാന്തതയിൽ ഇപ്രകാരം സ്വയം തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കൂ. വിചാരസാഗര മഥനം ചെയ്യൂ. ബാബയെ ഓർമ്മിക്കൂ. ബാബ, നമ്മൾ ഇതാ വന്നു കഴിഞ്ഞു അങ്ങയുടെ സത്യമായ മടിത്തട്ടിലേക്ക്. അതാണ് ആത്മീയ മടിത്തട്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിക്കേണ്ടതാണ്. ബാബ വന്നിരിക്കുകയാണ്. ബാബ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് നമ്മെ രാജയോഗം പഠിപ്പിക്കുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ചക്രത്തെയും ഓർമ്മിക്കൂ. സ്വദർശന ചക്രധാരിയാകണം. ബാബയിൽ തന്നെയാണല്ലോ മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനമുള്ളത്. അത് പിന്നെ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളെ ത്രികാലദർശിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. 3 കാലങ്ങൾ എന്നാൽ ആദി, മധ്യ, അന്ത്യത്തെ നിങ്ങൾ അറിയുന്നു. പരമാത്മാവ് പിതാവുമാണ്. ആ ഒന്നിന് ശരീരമില്ല. ഇപ്പോൾ ഈ ശരീരത്തിലിരുന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നു. ഇത് വണ്ടർഫുള്ളായ കാര്യങ്ങളാണ്. ഭാഗീരഥനിൽ വിരാജിക്കുമ്പോൾ തീർച്ചയായും രണ്ടാമത് ഒരാത്മാവുണ്ട്. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മം ഇദ്ദേഹത്തിൻ്റെതാണ്. നമ്പർ 1 പാവനവും നമ്പർ 1 പതീതവും ആയി മാറുന്നു. അത് സ്വയം ഭഗവാനെന്നോ വിഷ്ണു എന്നോ പറയുന്നില്ല. ഇവിടെ ഒരാത്മാവ് പോലും പാവനമല്ല. എല്ലാവരും പതീതം തന്നെയാണ്. അതിനാൽ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഇങ്ങനെയെല്ലാം വിചാരസാഗര മഥനം ചെയ്യൂ. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് സന്തോഷവും ഉണ്ടായിരിക്കും. ഇതിൽ ഏകാന്തതയും തീർച്ചയായും ആവശ്യമാണ്. ഒന്നിൻ്റെ ഓർമ്മയിൽ ശരീരത്തിൻ്റെ അന്ത്യമുണ്ടാകുന്നു. അതിനെ ഏകാന്തം എന്ന് പറയുന്നു. ഈ ചർമ്മം വിട്ടുപോകും. സന്യാസിമാരും ബ്രഹ്മത്തിൻ്റെ ഓർമ്മയിൽ അഥവാ തത്വത്തിൻ്റെ ഓർമ്മയിലിരിക്കുന്നു. ആ ഓർമ്മയിൽ ഇരുന്നിരുന്ന് ശരീരത്തിൻ്റെ ബോധം വിട്ടുപോകുന്നു. നമുക്ക് ബ്രഹ്മത്തിൽ ലീനമാകണം, ഇത്രമാത്രം. ഇങ്ങനെ ഇരിക്കുന്നു. തപസ്യയിൽ ഇരുന്നിരുന്ന് ശരീരം ഉപേക്ഷിക്കുന്നു. ഭക്തിയിലാണെങ്കിൽ മനുഷ്യർ വളരെയധികം തിക്കും തിരക്കും കൊള്ളുന്നു. ഇതിൽ തിക്കും തിരക്കും കൊള്ളുന്ന കാര്യമില്ല. ഓർമ്മയിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. അന്തിമത്തിൽ ആരുടെയും ഓർമ്മയുണ്ടായിരിക്കരുത്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുക തന്നെ വേണം. ബാക്കി സമയം കണ്ടെത്തണം. സ്റ്റുഡൻറ്റിന് പഠനത്തിൻ്റെ താല്പര്യമുണ്ടായിരിക്കുമല്ലോ. ഇത് പഠനമാണ്, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കാത്തതിലൂടെ അച്ഛൻ, ടീച്ചർ, ഗുരു സർവരെയും മറന്നു പോകുന്നു. ഏകാന്തതയിലിരുന്ന് ഇങ്ങനെയെല്ലാം ചിന്തിക്കൂ. ഗൃഹസ്ഥികളുടെ ഗ്രഹത്തിലാണെങ്കിൽ വൈബ്രേഷൻ ശരിയായിരിക്കുന്നില്ല. അഥവാ പ്രത്യേകം ക്രമീകരണമുണ്ടെങ്കിൽ ഒരു ചെറിയ മുറിയിൽ ഏകാന്തമായി ഇരിക്കൂ. മാതാക്കൾക്കാണെങ്കിൽ പകലും സമയം ലഭിക്കുന്നു. കുട്ടികളും മറ്റും സ്കൂളിൽ പോകുന്നു. എത്ര സമയം ലഭിക്കുന്നുവോ ഈ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങൾക്കാണെങ്കിൽ ഒരു വീടാണുള്ളത്. ബാബയ്ക്ക് എത്ര അനേകം കടകളാണ്, ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. മനുഷ്യർക്കാണെങ്കിൽ തൊഴിലിൻ്റെ മറ്റും ചിന്തയുണ്ടായിരിക്കുന്നു. അപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെടുന്നു. ഇത് വ്യാപാരവുമാണല്ലോ. എത്ര വലിയ ഓഹരി ഇടപാടുകാരനാണ്.
എത്ര വലിയ കൈമാറ്റം നടത്തുന്നു. പഴയ ശരീരവും മറ്റും വാങ്ങി പുതിയത് നൽകുന്നു. സർവർക്കും വഴി പറഞ്ഞു തരുന്നു. ഈ തൊഴിലും ആ ഒന്നിന് ചെയ്യേണ്ടതുണ്ട്. ഈ വ്യാപാരമാണെങ്കിൽ വളരെ വലുതാണ്. വ്യാപാരികൾക്ക് വ്യാപാരത്തിൻ്റെ തന്നെ ചിന്തയാണ് ഉണ്ടായിരിക്കുന്നത്. ബാബ ഇങ്ങനെയെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നെ പറഞ്ഞു തരുന്നു ഇങ്ങനെയെല്ലാം ചെയ്യൂ. എത്രത്തോളം നിങ്ങൾ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു, അപ്പോൾ സ്വതവേ തന്നെ നിദ്ര ഒഴിവാകും. സമ്പാദ്യത്തിൽ ആത്മാവിന് വളരെയധികം രസമുണ്ടാകും. സമ്പാദിക്കുന്നതിനായി മനുഷ്യർ രാത്രിയിലും ഉണർന്നിരിക്കുന്നു. സീസണിൽ മുഴുവൻ രാത്രിയും കട തുറന്നിരിക്കുന്നു. നിങ്ങളുടെ സമ്പാദ്യം രാത്രിയിലും രാവിലെയും വളരെ നല്ലതായിരിക്കും. സ്വദർശന ചക്രധാരിയാകും, ത്രികാലദർശിയാകും. 21 ജന്മത്തേക്ക് ധനം ശേഖരിക്കുന്നു. മനുഷ്യർ ധനികരാകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നു. നിങ്ങളും ബാബയെ ഓർമ്മിക്കുമെങ്കിൽ വികർമ്മം വിനാശമാകും, ബലം ലഭിക്കും. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നില്ല എങ്കിൽ വളരെയധികം നഷ്ടമുണ്ടാകും. കാരണം ശിരസിൽ പാപങ്ങളുടെ ഭാരം വളരെയധികമുണ്ട്. ഇപ്പോൾ ശേഖരിക്കണം, ഒന്നിനെ ഓർമ്മിക്കണം, ത്രികാലദർശിയും ആകണം. ഈ അവിനാശി ധനം പകുതി കൽപ്പത്തേക്ക് വേണ്ടി ശേഖരിക്കണം. ഇതാണെങ്കിൽ വളരെ വാല്യുബിളാണ്. വിചാരസാഗര മഥനം ചെയ്ത് രത്നങ്ങൾ കണ്ടെത്തണം. ഏതുപോലെ ബാബ സ്വയം ചെയ്യുന്നു, അതുപോലെ കുട്ടികൾക്കും യുക്തി പറഞ്ഞു തരുന്നു. പറയുന്നു, ബാബ, മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു. ബാബ പറയുന്നു, എത്ര സാധിക്കുമോ തൻ്റെ സമ്പാദ്യം ചെയ്യണം. ഇത് തന്നെയാണ് ഉപയോഗത്തിൽ വരുന്നത്. ഏകാന്തതയിലിരുന്ന് ബാബയെ ഓർമ്മിക്കണം. ഒഴിവ് സമയം ഉണ്ടെങ്കിൽ സർവീസും ക്ഷേത്രങ്ങളിലും മറ്റും വളരെയധികം ചെയ്യുവാൻ സാധിക്കും. ബാഡ്ജ് തീർച്ചയായും ധരിച്ചിട്ടുണ്ടാകണം. എല്ലാവരും മനസ്സിലാക്കും ഇവർ ആത്മീയ മിലിറ്ററിയാണ്. നിങ്ങൾ എഴുതുന്നുമുണ്ട്, നമ്മൾ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അത് വീണ്ടും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായൺ എയിം ഓബ്ജക്റ്റ് ആണല്ലോ. ഒരു സമയത്ത് ഈ ട്രാൻസ്ലേറ്റിന്റെ ചിത്രം ബാറ്ററി സഹിതം എടുത്ത് ചുറ്റി സഞ്ചരിക്കും. എല്ലാവരോടും പറയും, ഈ രാജ്യം നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചിത്രം ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ ചിത്രം വളരെ പ്രശസ്തമാകും. കേവലം ഒരു ലക്ഷ്മി നാരായണൻ മാത്രമായിരുന്നില്ല, അവരുടെ രാജധാനി ഉണ്ടായിരുന്നുവല്ലോ. ഈ സ്വരാജ്യം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, മന്മനാഭവ, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. പറയുന്നു, നമ്മൾ ഗീതയുടെ സപ്താഹം ആഘോഷിക്കും. ഈ എല്ലാ പ്ലാനും കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ചുറ്റി സഞ്ചരിക്കുന്നതിൽ ഈ ചിത്രം എടുക്കേണ്ടി വരും. ഇത് കണ്ട് എല്ലാവരും സന്തോഷിക്കും. നിങ്ങൾ പറയും, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ, മന്മനാഭവ. ഇത് ഗീതയിലെ വാക്കാണല്ലോ. ഭഗവാൻ ശിവ് ബാബയാണ്. ആ ഒന്ന് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. 84ന്റെ ചക്രത്തെ ഓർമ്മിക്കൂ, എങ്കിൽ ഇതായി മാറും. ലിറ്ററേച്ചറും നിങ്ങൾ സമ്മാനമായി നൽകൂ. ശിവ് ബാബയുടെ ഭണ്ഡാര സദാ നിറഞ്ഞതാണ്. മുന്നോട്ടു പോകവേ വളരെയധികം സർവീസ് നടക്കും. എയിം ഓബ്ജക്റ്റ് എത്ര ക്ലിയർ ആണ്. ഒരു രാജ്യം, ഒരു ധർമ്മം ഉണ്ടായിരുന്നു. വളരെയധികം ധനികരായിരുന്നു. മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ധർമ്മവും ഒരു രാജ്യവും ഉണ്ടാകണം എന്ന്. മനുഷ്യർ എന്താഗ്രഹിക്കുന്നുവോ അതിപ്പോൾ സാരരഹിതമായി കാണപ്പെടുന്നു. പിന്നീട് മനസ്സിലാക്കും ഇവർ ശരിയാണ് പറയുന്നത്. 100% പവിത്രത, സുഖം, ശാന്തിയുടെ രാജ്യം വീണ്ടും സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു.
പിന്നെ നിങ്ങൾക്ക് സന്തോഷവും ഉണ്ടായിരിക്കും. ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ തന്നെയാണ് അമ്പേൽക്കുന്നത്. ശാന്തിയിലിരുന്ന് കുറച്ച് വാക്കുകൾ തന്നെയാണ് പറയേണ്ടത്. കൂടുതൽ ശബ്ദം പാടില്ല. ഗീതം, കവിതകൾ തുടങ്ങിയ ഒന്നും തന്നെ ബാബ ഇഷ്ടപ്പെടുന്നില്ല. പുറത്തുള്ള മനുഷ്യരുമായി മത്സരിക്കേണ്ടതില്ല. നിങ്ങളുടെ കാര്യം തന്നെ മറ്റൊന്നാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇത്രമാത്രം. സ്ലോഗനും നല്ലതായിരിക്കണം. അത് മനുഷ്യർ വായിച്ച് ഉണരണം. കുട്ടികൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഖജനാവാണെങ്കിൽ നിറഞ്ഞിരിക്കുന്നു. കുട്ടികളാൽ നൽകപ്പെട്ടത് പിന്നെ കുട്ടികൾക്ക് തന്നെ ഉപയോഗത്തിൽ വരുന്നു. ബാബയാണെങ്കിൽ പൈസയൊന്നും വാങ്ങുന്നില്ല. നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾക്കാണ് ഉപയോഗത്തിൽ വരുന്നത്. ഭാരതവാസികൾ അറിയുന്നു, നമ്മൾ വളരെയധികം നല്ലതായി കൊണ്ടിരിക്കുകയാണ്. 5000 വർഷത്തിനുള്ളിൽ ഇത്രയും ധാന്യമുണ്ടാകും. അതിലൂടെ ധാന്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നിങ്ങൾ അറിയുന്നുണ്ട്, കഴിക്കുവാൻ ആഹാരം കിട്ടാത്ത അവസ്ഥയും ഉണ്ടാകും. ധാന്യങ്ങൾ വിലക്കുറവായിരിക്കുകയൊന്നുമില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ 21 ജന്മത്തേക്ക് തൻ്റെ രാജ്യഭാഗ്യം നേടിക്കൊണ്ടിരിക്കുന്നു. ഈ കുറച്ചധികമുള്ള ബുദ്ധിമുട്ടൊക്കെ സഹിക്കുക തന്നെ വേണം. പറയുന്നുണ്ട്, സന്തോഷം പോലൊരു ഔഷധമില്ല എന്ന്. ഗോപഗോപികമാരുടെ അതീന്ദ്രിയ സുഖം പാടപ്പെട്ടിട്ടുണ്ട്. അനേകം കുട്ടികളുണ്ടാകും. സാപ്ലിങ്ങിൽ പെട്ടവർ ആരെല്ലാമായിരിക്കുമോ അവർ വന്നുകൊണ്ടിരിക്കും. വൃക്ഷം ഇവിടെ തന്നെ വളരണമല്ലോ. സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റ് ധർമ്മങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്നില്ല. അവരാണെങ്കിൽ മുകളിൽ നിന്നും വരുന്നു. ഇതാണെങ്കിൽ വൃക്ഷത്തിൻ്റെ സ്ഥാപന ഉണ്ടായിക്കഴിഞ്ഞതുപോലെയാണ്. ഇതിൽ പിന്നെ നമ്പർ വാറായി വന്നുകൊണ്ടിരിക്കും. അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രയാസം ഒന്നുമില്ല. അവർക്കാണെങ്കിൽ മുകളിൽ നിന്നും വന്ന് പാട്ട് അഭിനയിക്കണം. ഇതിൽ മഹിമയുടെ എന്ത് കാര്യമാണുള്ളത്? ധർമ്മസ്ഥാപകന് പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അവർ സദ്ഗതിയുടെ എന്ത് ശിക്ഷണം നൽകാനാണ്? ഒന്നും തന്നെയില്ല. ഇവിടെയാണെങ്കിൽ ബാബ ഭാവിയിൽ ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. സംഗമയുഗത്തിൽ പുതിയ തൈ നടുകയാണല്ലോ. ആദ്യം തൈകൾ ചെടിച്ചട്ടിയിൽ നട്ട ശേഷം പിന്നെ നിലത്ത് നടുന്നു. അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളിൽ ഇപ്പോൾ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ സത്യയുഗത്തിൽ വൃദ്ധി പ്രാപിച്ച് രാജ്യഭാഗ്യം നേടും. നിങ്ങൾ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നു, ഇനിയും കലിയുഗത്തിൽ വളരെയധികം വർഷങ്ങൾ ബാക്കിയുണ്ട് എന്ന്. കാരണം ശാസ്ത്രങ്ങളിൽ 1,00,000 വർഷങ്ങൾ എന്നെഴുതിയിരിക്കുന്നു. മനസ്സിലാക്കുന്നു, കലിയുഗത്തിൽ ഇനി 40,000 വർഷം ബാക്കിയുണ്ട് എന്ന്. പിന്നെ ബാബ വന്ന് പുതിയ ലോകം ഉണ്ടാക്കും. ചിലർ മനസ്സിലാക്കുന്നു, ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. ഗീതയുടെ ഭഗവാൻ തീർച്ചയായും ഉണ്ടാകും. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, കൃഷ്ണൻ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഒരു ഫീച്ചറിന് മറ്റൊന്നുമായി സമയമുണ്ടാകില്ല. അപ്പോൾ പിന്നെ ഇവിടെ കൃഷ്ണൻ എങ്ങനെ വരും? ആരും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കൃഷ്ണൻ സ്വർഗത്തിൻ്റെ പ്രിൻസാണ്. കൃഷ്ണൻ പിന്നെ എങ്ങനെ ദ്വാപരയിൽ വരും? ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു, ശിവ് ബാബ ഈ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത് ബാബ തന്നെയാണ്. ഈ ഗോളം, വൃക്ഷം ആദ്യായ ചിത്രങ്ങൾ നിസ്സാരമല്ല. ഒരു ദിവസം നിങ്ങളുടെ അടുക്കൽ ഈ എല്ലാ ചിത്രങ്ങളും ട്രാൻസ്ലൈറ്റിൻ്റേത് തയ്യാറാകും. പിന്നെ എല്ലാവരും പറയും, നമുക്ക് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ തന്നെ വേണം.
ഈ ചിത്രങ്ങളിലൂടെ പിന്നെ വിഹംഗ മാർഗത്തിലുള്ള സേവനം നടക്കും. നിങ്ങളുടെ അടുക്കൽ ഇത്രയും കുട്ടികൾ വരും. അത് കാരണം ഒഴിവ് സമയം ഉണ്ടായിരിക്കുകയില്ല. അനേകം പേർ വരും. വളരെയധികം സന്തോഷമുണ്ടാകും. ദിനം പ്രതിദിനം നിങ്ങളുടെ ഫോഴ്സ് വർദ്ധിച്ചു വരും. ഡ്രാമ അനുസരിച്ച് ആരാണോ പുഷ്പമാകുന്നവർ അവർക്ക് ടച്ചാകും. കുട്ടികളായ നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരില്ല, ബാബ ഇവരുടെ ബുദ്ധിയെ ടച്ച് ചെയ്യൂ എന്ന്. ബാബ ടച്ചൊന്നും ചെയ്യുന്നില്ല. സമയമാകുമ്പോൾ സ്വയമേ ടച്ചാകും. ബാബയാണെങ്കിൽ വഴി പറഞ്ഞു തരുമല്ലോ. വളരെയധികം പെൺകുട്ടികൾ എഴുതുന്നു, നമ്മുടെ പതിയുടെ ബുദ്ധിയെ ടച്ച് ചെയ്യൂ. ഇങ്ങനെ എല്ലാവരുടെയും ബുദ്ധിയെ ടച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്വർഗത്തിൽ എല്ലാവരും വരും. പഠനത്തിൻ്റെ പ്രയത്നമുണ്ട്. നിങ്ങൾ ഈശ്വരീയ സേവാധാരികളാണല്ലോ. സത്യമായ കാര്യം ബാബ ആദ്യമേ തന്നെ പറഞ്ഞു തരുന്നു എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. ഏണിപ്പടിയുടേതും കൊണ്ടുപോകേണ്ടി വരും. ഡ്രാമ അനുസരിച്ച് സ്ഥാപന ഉണ്ടാവുക തന്നെ വേണം. ബാബ സർവീസിന് വേണ്ടി ഏത് ഡയറക്ഷൻ നൽകുന്നുവോ അതിൻ്റെ മേൽ ശ്രദ്ധ നൽകണം. ബാബു പറയുന്നു, പലതരത്തിലുള്ള ബാഡ്ജസ് ലക്ഷക്കണക്കിന് ഉണ്ടാക്കൂ. ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് 100 മൈൽ വരെ സേവനം ചെയ്തു വരൂ. ഒരു ബോഗിയിൽ നിന്നും അടുത്തതിൽ, പിന്നെ മൂന്നാമത്തതിൽ. വളരെ സഹജമാണ്. കുട്ടികൾക്ക് സർവീസിൻ്റെ താല്പര്യമുണ്ടായിരിക്കേണ്ടതാണ്. ശരി, മധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വിചാരസാഗര മഥനം ചെയ്ത് നല്ല രത്നങ്ങൾ കണ്ടെത്തണം. സമ്പാദ്യം ശേഖരിക്കണം. സത്യമായ ഈശ്വരീയ സേവകരായി സേവനം ചെയ്യണം. പഠനത്തിൻ്റെ വളരെയധികം താല്പര്യം വയ്ക്കണം. എപ്പോഴെല്ലാം സമയം ലഭിക്കുമോ ഏകാന്തതയിലേക്ക് പോകണം. ഇങ്ങനെയുള്ള അഭ്യാസം ഉണ്ടാകണം. അതായത് ജീവിച്ചിരിക്കെ ഈ ശരീരത്തിൽ നിന്നും മരിച്ചു കഴിഞ്ഞു. ഈ സ്റ്റേജിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ദേഹത്തിൻ്റെ ബോധവും മറന്നു പോകണം. വരദാനം: തൻ്റെ മൂല സംസ്കാരങ്ങളുടെ പരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം ചെയ്യുന്ന ഉദാഹരണ സ്വരൂപമായി ഭവിക്കട്ടെ. ഓരോരുത്തരിലും തൻ്റെ ഏതൊരു മൂല സംസ്കാരമാണോ ഉള്ളത് അതിനെ നേച്ചർ എന്ന് പറയുന്നു. അത് സമയം പ്രതി സമയം മുന്നോട്ട് പോകുന്നതിൽ തടസ്സം ഇടുന്നു. ആ മൂല സംസ്കാരത്തിൻ്റെ പരിവർത്തനം ചെയ്യുന്ന ഉദാഹരണ സ്വരൂപമാകൂ. അപ്പോൾ സമ്പൂർണ്ണ വിശ്വത്തിൻ്റെ പരിവർത്തനം ഉണ്ടാകും. ഇവരുടെ ഈ സംസ്കാരം തുടക്കം മുതലേ ഉണ്ട് എന്ന് ആരും വർണ്ണിക്കാത്ത വിധം ഇപ്പോൾ പരിവർത്തനപ്പെടുത്തൂ. എപ്പോഴാണോ പെർസെൻറ്റേജിൽ അംശം പോലും പഴയ ഏതെങ്കിലും സംസ്കാരം കാണപ്പെടാത്തത്, വർണ്ണിക്കപ്പെടാത്തത്, അപ്പോൾ ഇവർ സമ്പൂർണ്ണ പരിവർത്തനത്തിൻ്റെ ഉദാഹരണ സ്വരൂപമാണ് എന്ന് പറയും. സ്ലോഗൻ: ഇപ്പോൾ പ്രയത്നത്തിനുള്ള സമയം കടന്നുപോയി. അതിനാൽ ഹൃദയം കൊണ്ട് പ്രതിജ്ഞ ചെയ്ത് ജീവിതത്തെ പരിവർത്തനപ്പെടുത്തൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഏതുപോലെ സയൻസ് പ്രയോഗത്തിൽ വരുന്നു, അപ്പോൾ സയൻസ് നല്ല കാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതേപോലെ സൈലൻസിൻ്റെ ശക്തിയുടെ പ്രയോഗം ചെയ്യൂ. ഇതിനു വേണ്ടി ഏകാഗ്രതയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഏകാഗ്രതയുടെ മൂല ആധാരമാണ് മനസ്സിൻ്റെ കൺട്രോളിംഗ് പവർ. അതിലൂടെ മനോബലം വർദ്ധിക്കുന്നു.
ഇതിനു വേണ്ടി ഏകാന്തവാസിയാകൂ. ഓം ശാന്തി. ഞാൻ ആത്മാവ് മസ്തകമണിയാണ്. ഞാൻ ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും സ്വരൂപം ധാരണ ചെയ്യുന്നു. മസ്തകമണിയായ എന്നിൽ നിന്നും 4 ഭാഗത്തും അലൗകികതയുടെയും സ്വച്ഛതയുടെയും വൈബ്രേഷൻസ് വ്യാപിക്കുന്നു. ലൈറ്റ് മൈറ്റ് സ്വരൂപമായ ഞാൻ 1 സെക്കൻഡിൽ സർവശക്തിവാനായ ശിവ് ബാബയുടെ ശ്രേഷ്ഠ സംഘത്തിലിരിക്കുന്നു. പരമധാമത്തിൽ ജ്ഞാനസൂര്യൻ്റെ സന്മുഖത്തിരിക്കുമ്പോൾ ഈ ശ്രേഷ്ഠ സംഘത്തിലൂടെ എന്നിൽ സർവശക്തികളുടെയും നിറം പതിയുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനായി സ്വയം അനുഭവിക്കുന്നു. ഈ ശ്രേഷ്ഠ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് അന്യ ആത്മാക്കൾക്ക് മഹാദാനിയും വരദാനിയുമായി ഈശ്വരീയ ശക്തികളുടെ സകാശ് നൽകുന്നു.